പീരീഡ് ടൈമിൽ നിങ്ങൾക്ക് ഉറങ്ങാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവാറുണ്ടോ? എന്തുകൊണ്ടാണ് പീരീഡ് ടൈമിൽ ഉറങ്ങാൻ ബുദ്ധിമുട്ട് വരുന്നത്? ഇത് എങ്ങനെ മറികടക്കാമെന്ന് ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. ആദ്യമായിട്ട് പീരീഡ് ടൈമിൽ ഉറങ്ങാൻ എന്തുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവുന്നു എന്നുള്ളത് നോക്കാം. പീരീഡ് ടൈമിൽ നമുക്ക് ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ഹോർമോൺസ് എല്ലാം തന്നെ പെട്ടെന്ന് സഡനായിട്ടൊന്ന് ഡിപ്പാവുന്നുണ്ട്. ഈ ഹോർമോൺസിലുള്ള ഒരു ഡിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഉറക്കത്തെ വളരെയധികം ബാധിക്കുന്നുണ്ട്. ബിക്കോസ് പ്രൊജസ്ട്രോൺ ഹോർമോൺസ് ആണ് നമ്മൾക്ക് ഒരു കാം സ്ലീപ്പിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോൺ എന്ന് പറയുന്നത്. അത് പെട്ടെന്ന് താഴ്ന്നു പോകുമ്പോൾ നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ ഉറക്കത്തിന് വളരെയധികം ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നു. അതേപോലെ തന്നെ പീരീഡിനോടനുബന്ധിച്ചിട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് ഒരു 1 ഡിഗ്രിയോളം ടെമ്പറേച്ചർ കുറച്ച് കൂടുതലായിട്ട് നിൽക്കുന്നുണ്ടാവും. അതായത് ബോഡി ഹീറ്റ് കുറച്ച് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഉഷ്ണം തന്നെ നമുക്ക് ഉറക്കത്തിൻ്റെ ഒരു ക്വാളിറ്റിയെ വളരെയധികം ബാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്ന് പറയുന്ന ഒരു പെയിൻ എൻഹാൻസിങ് ആയിട്ടുള്ള ഒരു ഹോർമോൺ ആ സമയത്ത് കുറച്ച് കൂടുതലായിട്ട് റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഹോർമോണും നമ്മളുടെ പീരീഡ് പെയിൻ്റെ ഇൻറ്റൻസിറ്റി വളരെയധികം കൂട്ടുകയും ഈ പെയിൻ കൊണ്ട് തന്നെ നമുക്ക് ഉറക്കത്തിന് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു കണ്ടീഷൻ എങ്ങനെ നമുക്ക് മറികടക്കാം, അതായത് ഒരു നല്ല സ്ലീപ്പ് എങ്ങനെ പീരീഡ് ടൈമിൽ മെയിൻറ്റെയിൻ ചെയ്യാം എന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് പ്രോപ്പറായിട്ട് നമ്മളൊന്ന് ഹൈഡ്രേറ്റ് ചെയ്യുക. ബിക്കോസ് നമ്മുടെ ബോഡി ഹോട്ടായിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ധാരാളം വെള്ളം കുടിക്കുക. ബോഡി എപ്പോഴും കൂളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. കേർഡ് റൈസോ കഞ്ഞിയോ അതുപോലെ കൂളിംഗ് കിട്ടുന്ന രീതിയിലുള്ള ഫ്രൂട്ട്സ് എല്ലാം തന്നെ ഈ ടൈമിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. അതേപോലെ തന്നെ ബോഡി എപ്പോഴും കൂളാക്കി വെക്കാനായിട്ട് AC-യോ ഫാനോ ഇട്ടിട്ട് റൂം എപ്പോഴും ഒരു കൂൾ ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്താൽ അത് നമ്മളുടെ സ്ലീപ്പിൻ്റെ ക്വാളിറ്റിയെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ വേറൊന്ന് എന്ന് പറയുന്നത്, നമുക്ക് പെയിൻസ് വളരെ കൂടുതലായിട്ടുള്ള ഈ ടൈമിൽ നമുക്കൊരു കംഫർട്ടബിൾ സ്ലീപ്പിംഗ് പൊസിഷൻ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഒരിക്കലും നമ്മൾ വയറിൽ കമന്ന് കിടക്കുകയോ അതേപോലെ തന്നെ നിവർന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുകയോ ചെയ്യാതിരിക്കുക. ഒരു സൈഡ് ചെരിഞ്ഞിട്ട് നമ്മളുടെ കാലിൻ്റെ മുട്ടിനിടയിൽ ഒരു പില്ലോയോ പ്രഗ്നൻസി പില്ലോ പോലത്തെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. ഒരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കംഫർട്ടബിളായിട്ട് നമുക്ക് ഉറങ്ങാൻ സാധിക്കും. അതേപോലെ തന്നെ ബാക്ക് സൈഡിലും നമുക്ക് കിടന്നുറങ്ങുന്ന സമയത്ത് ബാക്കിലും ഒരു പില്ലോയുടെ ഒരു സപ്പോർട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കംഫർട്ടബിളായിട്ട് സ്ലീപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള യൂസ്ഫുൾ വീഡിയോസിനായിട്ട് ഈ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ.